ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇതോടെ ഒമാൻ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം നേരിട്ടിരിക്കുന്നു. ഇപ്പോഴും ഗൾഫ് നഗരങ്ങളിൽ ഇടയ്ക്കിടെ സൈറൻ മുടങ്ങുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ആശങ്കയിലുമാണ്. വിശദാംശങ്ങളുമായി ആക്രമണം നടന്ന ബഹ്റൈനിൽ നിന്നും ജെയിൻ ടിവി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ടുമാറിന്റെ റിപ്പോർട്ട് കാണാം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടങ്ങിവെച്ച ആക്രമണങ്ങൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ സൽമാനിയ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. സൽമാനിയയിൽ നിന്ന് തൊട്ടടുത്താണ് US-ൻ്റെ ക്യാമ്പുള്ളത്. അൽ ജുഫൈർ എന്ന സ്ഥലത്താണ് US-ൻ്റെ ക്യാമ്പുള്ളത്. അൽ ജുഫൈർ എന്ന സ്ഥലത്താണ് നേരത്തെ ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഈ ആക്രമണം വന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. അവിടെ താമസിച്ച ഹോട്ടലിൽ നിന്നാണ് നമ്മൾ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടി ഈ പറഞ്ഞ സൽമാനിയിലെത്തിയത്. സൽമാനിയയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ കാണുന്നത്. ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ആ ഭാഗം എല്ലാം ഹോസ്പിറ്റലിൻ്റെ ബ്ലോക്കാണ്. ഒരുപാട് മലയാളികൾ പ്രത്യേകിച്ച് വിദേശികളൊക്കെ ജോലി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് സൽമാനിയ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് സൽമാനിയ എന്നാണ്. ബഹ്റൈനിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് സൽമാനിയ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അൽ ജുഫൈറിലും സൽമാനിയയിലുമാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. ഇന്നലെ മുതൽ തുടങ്ങിയ ഈ അറ്റാക്കുകൾ ഇപ്പോഴും തുടരുകയാണ്. അതായത് ഓരോ മണിക്കൂറിലും അപകട സൈറൻ മുഴങ്ങിയാണ് വരുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണ്. അതായത് ഈ കാണുന്ന ടവറാണ്. ഈ ടവറിലാണ് ഇറാ ടവർ എന്ന് പറയുന്നത്. ഇറാ ടവർ നമുക്ക് ഉയരത്തിൽ കാണാം. ഇറാ ടവറിൽ വെച്ചിട്ടാണ് ഇന്നലെ ആദ്യത്തെ ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇത് ബഹ്റൈനിലെ പ്രത്യേകിച്ച് ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷറിയസ് ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. ഇവിടെ അമേരിക്കൻ സ്വദേശികൾ താമസിച്ചിരുന്നു എന്നൊരു സംശയത്തിൻ്റെ ബലത്തിലാണ് ഇന്നലെ ഇവിടേക്കൊരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. എസ് ഹോട്ടലാണ്. അതായത് ബഹ്റൈനിലെ സീഫിലുള്ള ഒരു സ്ഥലമാണ് എസ് ഹോട്ടൽ. അവിടെ ഇന്ത്യൻ എംബസിക്ക് സമീപത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ എസ് ഹോട്ടലും ഇന്നലെ ബഹ്റൈനിൽ അറ്റാക്ക് ഉണ്ടായി. ഇതിന് ശേഷമാണ് മറ്റു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ബഹ്റൈനിലെ മറ്റൊരു ആഡംബര ഹോട്ടൽ എന്നറിയപ്പെടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്രൗൺ പ്ലാസ ഹോട്ടൽ കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രൗൺ പ്ലാസ ഹോട്ടലിൻ്റെ മറ്റു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത് നിൽക്കുന്നത് ഡിപ്ലോമാറ്റ് ഏരിയയിലാണ്. അതായത് ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നയതന്ത്ര വ്യക്തികൾ താമസിക്കുന്ന നയതന്ത്ര കാര്യാലയങ്ങളുള്ള സ്ഥിതി ചെയ്യുന്ന ഡിപ്ലോമാറ്റ് ഏരിയയിലാണ് ക്രൗൺ പ്ലാസ ഹോട്ടലുള്ളത്. ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്കും അറ്റാക്ക് വന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ ബഹ്റൈനിലെ ഈ പറഞ്ഞ അൽ ജുഫൈറിലുള്ള ഈ സ്ഥലത്തിന് പുറമെ എസ് ഹോട്ടലിലേക്കും ഇറാ ടവറിലേക്കും ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്കും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല. 24 മണിക്കൂറായി പിന്നിട്ടിരിക്കുകയാണ്. ബഹ്റൈനോടൊപ്പം തന്നെ ഖത്തറിലേക്കും കുവൈറ്റിലേക്കും UAE-യിലേക്കുമെല്ലാം ആക്രമണം തുടരുന്നു. ഏറ്റവും ഒടുവിൽ ഒമാനിലേക്കും കൂടി ആക്രമണം വന്നിരിക്കുകയാണ്. ഒമാനിലെ ദുഃഖം തുറമുഖത്താണ് 2 ഡ്രോണുകൾ പതിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇതോടെ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ്റെ ആക്രമണം വന്നുവെന്ന് ഫലത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ വരെ നമ്മൾ 5 രാജ്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ സൗദി അറേബ്യ പോലും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ചില രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ UAE-യും ഖത്തറും ബഹ്റൈനും കുവൈറ്റുമെല്ലാം ഇതിനെ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ഇവിടെയാണ് ഇന്ന് ഒമാനിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒമാനിലെ ദുഃഖം തുറമുഖത്താണ് ഷെല്ലുകൾ പതിച്ചിരിക്കുന്നത്. അത് വാർത്താ ഏജൻസി കൺഫേം ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 6 രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാന കാര്യം പറയുന്നത് UAE-യിലെ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരുന്ന രാത്രി തന്നെ ഇനി മാർച്ച് 4 വരെ UAE-യിലെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. അതോടൊപ്പം തന്നെ CBSE-യുടെ 10ഉം 12 പരീക്ഷകൾ മാറ്റിയെന്ന ഏറ്റവും പുതിയ അറിവ് കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇപ്രകാരം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സുപ്രധാന അപ്ഡേറ്റ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായ് രാജ്യാന്തര വിമാനത്താവളം താൽക്കാലികമായി അടച്ച അവസ്ഥയാണ്. ഇന്നലെ ദുബായ് ടെർമിനൽ 3ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അതുപോലെ അബുദാബിയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. അതിൽ 7 പേർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ഒരാൾ ഒരു ഏഷ്യൻ വംശജ മരിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുവൈറ്റിലേക്കും എയർപോർട്ടിലേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലെ എയർപോർട്ടിലേക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂർ പിന്നിടുമ്പോഴും സ്ഥിതിഗതികൾ അശാന്തമാണ്. ബഹ്റൈനിലെയും ഖത്തറിലെയും UAE-യിലെയും അതുപോലെ തന്നെ കുവൈറ്റിലേക്കൊപ്പം തന്നെ ഒമാനും കൂടി ആക്രമിക്കപ്പെട്ടതോടെ സ്ഥിതിഗതികൾ ഗൗരവമാണെന്നാണ് തെളിയിക്കുന്നത്. ബഹ്റൈനിൽ നിന്നും ക്യാമറമാൻ ജനീഷിനൊപ്പം എൽവിസ് ടുമാർ, ജയ് ഹിന്ദ് ന്യൂസ്. ഗൾഫ് രാഷ്ട്രങ്ങൾ അശാന്തമാണ്. ഇപ്പോഴും ഈ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ ഒമാനിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എൽവിസ് ടുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്.